വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ 300 കോടിയുടെ വ്യാജ കരാർ രേഖ AI നിർമ്മിതമെന്ന പ്രതി സൽമാനുൽ ഫാരിസ് വനിതാ സുഹൃത്തിനെ ബിസിനസ്സുകാരനെന്ന് വിശ്വസിപ്പിക്കാനാണ് വ്യാജരേഖ നിർമ്മിച്ചത്. വിശ്വാസ്യതയ്ക്കായി വിഴിഞ്ഞം തുറമുഖ CMD ആയിരുന്ന ദിവ്യ S അയ്യരുടെ ഒപ്പും ഉപയോഗിച്ചെന്നും മൊഴി നൽകി. വ്യാജരേഖ നിർമ്മിക്കാനായി ഉപയോഗിച്ച ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കേസിൽ കൂടുതൽ പേരെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ നിരവധി സ്ത്രീകൾ ഇരയായിട്ടുണ്ടെന്ന് നടി നേഹ സക്സേന. കേസിലെ പ്രതിയായ സൽമാനുൽ ഫാരിസ് സാമ്പത്തിക ചൂഷണത്തിനൊപ്പം ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ്. കാർട്ടിയർ വാച്ചിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കാമെന്ന് പറഞ്ഞ് തന്നെയും സമീപിച്ചിരുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിനാലാണ് താൻ രക്ഷപ്പെട്ടത് എന്നും നേഹ സക്സേന മീഡിയ വണിനോട് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഇയാൾ എനിക്ക് നേരത്തെ പരിചയമില്ല. എനിക്ക് ഫേസ് ടു ഫേസ് ഇയാൾ അറിയില്ല ഇതാരാണ്. ഇയാള് എനിക്ക് കോണ്ടാക്ട് ചെയ്തായിരുന്നു. എന്റെ ഇൻസ്റ്റഗ്രാം വഴിയില് വേറെ ഒരു ID ഉണ്ടാക്കിയിട്ട് പ്രിൻസ് റിയാൻ സൽമാൻ ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ ID ഉണ്ടാക്കിയിട്ട് ഒരു അറബി ആൾക്കിട്ട് ഒരു കാർട്ടിയർ ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ അങ്ങനെയായിട്ട് ഹായ് നേഹ, വി ആർ ഇൻട്രസ്റ്റഡ് ടു ഹാവ് യു ആസ് എ കാർട്ടിയർ ബ്രാൻഡ് അംബാസിഡർ. നമുക്ക് നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യണം. നമ്മൾ പുതിയ ഒരു ഷോറൂം ഫ്രാഞ്ചൈസി ദുബായിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിട്ട് മെസ്സേജസ് അയച്ചായിരുന്നു. അങ്ങനെ ആണ് ഇത് കോൺവെർസേഷൻ തുടങ്ങി. അഗൈൻ ഐ എം ടെല്ലിങ് യു, എനിക്ക് ഒരു സാമ്പത്തിക നഷ്ടമൊന്നും ആയിട്ടില്ല, എനിക്ക് ഒരു റിസൾട്ട് ഒന്നും ആയിട്ടില്ല. ഓൺലി സോഷ്യൽ മീഡിയ വരിയില് എന്തായി ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ എല്ലാം മനസ്സിലാക്കി ഇയാൾ ആരാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, സൽമാനുൽ ഫാരിസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സാമ്പത്തിക ചൂഷണം അത് എത്ര വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നത്? അതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണോ പോലീസ് നൽകുന്ന വിവരങ്ങൾ? നടി നേഹ സക്സേനയുമായി സംസാരിക്കുമ്പോൾ കേരളത്തിനകത്തുനിന്നല്ല, കേരളത്തിന് പുറത്തും ഈ സൽമാനുൽ ഫാരിസിന്റെ തട്ടിപ്പിനിരയായിട്ടുള്ള സ്ത്രീകൾ നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. അവർ പങ്കുവയ്ക്കുന്നത് ഒരു ഗുജറാത്തി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. അവർ ആ സ്ത്രീയുമായി അടുപ്പമുണ്ടാക്കുന്നു. അതിനുശേഷം സാമ്പത്തികപരമായി ചൂഷണം ചെയ്തു. ഇയാൾ വിവാഹ വാഗ്ദാനമൊക്കെ ചെയ്താണ് അത്തരത്തിൽ അടുക്കുന്നത്. പിന്നീട് പണം വാങ്ങുകയും ഈ സ്ത്രീയുടെ ചിത്രങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. പിന്നീട് ആ ചിത്രം അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കേസ് എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇയാളുടെ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി ഈ കേസിന്റെ സാമ്പത്തിക ചൂഷണത്തിനപ്പുറത്തേക്ക്, ഈ വിഴിഞ്ഞത്തിന്റെ ചൂഷണത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഇയാളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നടി നേഹ സക്സേനയും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷെ അവർ സാമ്പത്തികമായി പണം പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലാണ് ആദ്യം വിളിക്കുന്നത്. കാർട്ടിയർ ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആദ്യം ഇയാൾ സമീപിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാ വഴി നിരന്തരം മെസ്സേജുകൾ അയക്കുന്നു. അവസാനം ഇത് ഒരു സമയത്ത് ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഇവരുടെ ഓഫീസിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. പക്ഷേ ആ ID പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അത്ര വിശ്വസനീയമായി തോന്നില്ല. അത് മാത്രമല്ല, ഇൻസ്റ്റയിലൂടെ മെസ്സേജ് എന്ന് അയച്ചും അത്ര വലിയ ബ്രാൻഡൊന്നും ഒരു അംബാസിഡറെ തിരയില്ലല്ലോ എന്നുള്ള അവർക്ക് ഒരു ലോജിക്കലി അവർ തോന്നുന്നു. അങ്ങനെയാണ് അവർ അതിൽ നിന്ന് പോവുക. പിന്നീട് ഇയാൾ നിരന്തരം മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ചെയ്യുന്നില്ല. പിന്നീടാണ് അതിനേക്കാൾ ഒരു പടി കൂടി കടന്നിട്ട് ദുബായ് ഭരണാധികാരിയുടെ മകനാണെന്ന് ഒരു രീതിയിൽ സംസാരിക്കുന്നത്. അത് മറ്റൊരു ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റാ ID ഉണ്ടാക്കുന്നു. അങ്ങനെ അതും ഇവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് അത്ര വിശ്വസനീയമായ രീതിയിൽ തോന്നുന്നില്ല. പിന്നീടാണ് ഇവർ നടത്തിയ പരിശോധനയിൽ അതൊരു ഫേക്ക് ആണെന്നുള്ള കാര്യം. അല്ല സിജോ, ഈ വിഴിഞ്ഞത്തിന്റെ പേരിൽ AI നിർമ്മിത രേഖയുണ്ടാക്കുന്നു. ആ രേഖ ഉപയോഗിച്ച് ഈ സൽമാനുൽ ഫാരിസ് എങ്ങനെയാണ് ആളുകളെ ക്യാൻവാസ് ചെയ്തത്? അപ്പോൾ അവിടെ സംസാരിക്കുമ്പോഴാണ് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഇയാൾ ഈ ഫോട്ടോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ID ഉപയോഗിച്ച് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നേഹയോട് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ ശ്രമമൊക്കെ നടക്കുന്ന സമയത്ത് നേഹ കേരളത്തിൽ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ പിന്നീട് കാര്യമായ നടപടി ഉണ്ടായില്ല. അതിനവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഈ തട്ടിപ്പ് നടത്തുന്ന സമയത്ത് ഈ സൽമാനുൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ വീട് അന്വേഷിച്ച് ഈ പോലീസുകാർ അവിടെ ചെല്ലുന്നു. അപ്പോൾ പ്രായമായിട്ടുള്ള ഒരു അമ്മ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അമ്മ ഇവരോട് പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, കാരണം നിങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നാൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന ഒരു അവസ്ഥയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഇതുമായി പോകേണ്ടെന്ന് തന്നെ ഇവർ തീരുമാനിക്കുന്നു. പക്ഷേ അന്ന് ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ ചൂഷണത്തിന് ഇരയാകുമായിരുന്നില്ല, പല ആളുകളെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നേഹ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.
യെസ് എന്തായാലും സൽമാനുൽ ഫാരിസ് നിരവധി സ്ത്രീകളെ ബന്ധപ്പെടുകയും അവരുമായി ബന്ധപ്പെട്ട് അവരെ ചൂഷണത്തിനിരയാക്കുകയും ചെയ്തു എന്നാണ്. അതിൽ സെലിബ്രിറ്റികളുണ്ട്, അതല്ലാത്തവരുണ്ട്. ഇപ്പോൾ നടി നേഹ സക്സേനയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയും ബന്ധപ്പെട്ടിരുന്ന ഒരു വാച്ചിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാം എന്ന് പറഞ്ഞ് സമീപിക്കുകയായിരുന്നു. അതിന് പിന്നാലെ തനിക്ക് സംശയം തോന്നി, ഇത് ക്രെഡിബിൾ അല്ല എന്ന് തോന്നിയപ്പോൾ താൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് നേഹ സക്സേന പറയുന്നത്. സിജോ ബിജോൺ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. സിജോ, നോക്കൂ, ഇതിൽ ഈ വിഴിഞ്ഞത്തിന്റെ പേരിൽ വിഴിഞ്ഞം തുറമുഖമായ ഒരു കരാർ ഉണ്ടായെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കരാർ വ്യാജമായി ഉണ്ടാക്കുന്നു. അത് ഉപയോഗിച്ചാണല്ലോ ഇയാൾ സാമ്പത്തിക ചൂഷണം വലിയ രീതിയിൽ നടത്തിയത്. എങ്ങനെയായിരുന്നു ഇയാളുടെ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു രീതി? ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതിലാണ് ഇയാൾ പറയുന്നത് താൻ ഒരു AI ഉപയോഗിച്ചുകൊണ്ടാണ് 300 കോടിയുടെ ഒരു കരാർ തങ്ങൾക്ക് ലഭിച്ചു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ കരാർ രേഖ തയ്യാറാക്കുന്നത്. അത് തന്റെ ഫോണിലാണ് തയ്യാറാക്കുന്നത്. അതിനുശേഷം ഇത് തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ് അയാൾ പറയുന്ന മൊഴി. അത് പക്ഷേ പോലീസ് വിശ്വസനീയമായി എടുക്കുകയും ചെയ്യുന്നില്ല. തനിക്ക് അയാൾക്ക് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട്. ആ അടുപ്പമുള്ള സ്ത്രീയോട് താൻ വളരെ സമ്പന്നനാണ്, താൻ ഇത്തരത്തിൽ വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ആ സ്ത്രീക്ക് അയച്ചു കൊടുക്കുന്നു. അതും അവർക്ക് മാത്രമാണ് ഇത് അയച്ചു കൊടുത്തുള്ളത്, താൻ മറ്റാർക്കും അയച്ചു കൊടുത്തിട്ടില്ല എന്ന് ഈ പ്രതി പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇയാൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു ഈവന്റ് നടത്തിയതായും പല ആളുകളെയും ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നതൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് ഇതിനിപ്പോൾ ഈ കേസിൽ സൽമാനുൽ ഫാരിസിനെതിരെ നിരവധി പേർ കൂടുതൽ പരാതികളുമായി ആളുകൾ രംഗത്തെത്തുന്നുണ്ടോ? ഇല്ല, കൂടുതൽ ആളുകൾ ഇതുവരെയും പരാതിയുമായി നേരിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ളത്. കാരണം ഇയാളുടെ ഫോൺ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഫോൺ വഴി ഇയാളുടെ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസ് നോക്കുന്നു, ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെയാണ് ഇയാൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അത് പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ ആളുകളെ അങ്ങോട്ട് സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ മറ്റാളുകൾ ആരും ഇയാൾക്കെതിരെ നിലവിൽ പരാതിയുമായി വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, എന്തായാലും വിശദമായ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് പോലീസ് ഉള്ളത്. സൽമാനുൽ ഫാരിസിന് മൊഴി വിശദമായി പരിശോധിക്കുന്നു. ഒപ്പം ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്.